ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. സ്പിരിച്വൽ വാർഫെയറിൻ്റെ സമയത്തിൽ നമുക്കറിയാം, നമുക്ക് ഏഞ്ചൽസിനെ വിളിക്കാൻ പറ്റും. ആ, അത് ഒരു ഏഞ്ചലിനെ വിളിക്കുന്നതിന് പകരം ഈ മാത്യു 26:53 പറയുന്നത് പോലെ മോർ ദാൻ 12 ആർമീസ് ഓഫ് ഏഞ്ചൽസിനെ നമുക്ക് വിളിക്കാൻ പറ്റും. അതായത് നമ്മളിവിടെ ഏഞ്ചലുമായിട്ട് ഡയറക്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയല്ല, ഓർഡർ ചെയ്യുകയല്ല ചെയ്യുന്നത്. പകരം കർത്താവിൻ്റെ സന്നിധിയിൽ റിസീവ് ചെയ്യുക, റിക്വസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ചില ക്രിട്ടിക്കൽ സിറ്റുവേഷനിൽ നമുക്കറിയാലോ, നമ്മുടെ അതായത് ഇപ്പോൾ ഇന്ത്യയിലാണെങ്കിലും എവിടെയാണെങ്കിലും ആർമീസ് ഇറങ്ങുന്ന സിറ്റുവേഷൻ ഉണ്ട്. ഒരു പെർട്ടിക്കുലർ ലാൻഡ് സ്ലൈഡോ അങ്ങനെ എന്തെങ്കിലും ഒരു ഡിസാസ്റ്റർ സംഭവിക്കുമ്പോൾ ഒരു ആർമി ഇറങ്ങുന്നത് പോലെ തന്നെ അത് സാധാരണ ഒരു പോലീസല്ല ഹെൽപ്പ് ചെയ്യുന്നത്, അത് സ്പെഷ്യൽ ഫോഴ്സ് ആണ് ഹെൽപ്പ് ചെയ്യുന്നത്. അവർ മോർ ട്രെയിൻഡ് ആണ്. അതുപോലെ തന്നെ അപ്പം ചില സിറ്റുവേഷൻ നമ്മൾ ഒരു സ്പിരിച്വൽ വാർഫെയറിൽ ഏർപ്പെടുന്നതാണെങ്കിലോ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഏരിയാസിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, സ്ഥലങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, അങ്ങനത്തെ എല്ലാ സിറ്റുവേഷൻസിൽ ഇങ്ങനെ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റും. ഇൻ ജീസസ് നെയിം ഐ റിസീവ് മോർ ദാൻ 12 ലീജിയൻസ് ഓഫ് ഏഞ്ചൽ. ലീജിയൻ എന്നൊരു ട്രാൻസ്ലേഷനിൽ കാണുന്നത് ആർമീസ് ഓഫ് ഏഞ്ചൽ എന്ന സെയിം അർത്ഥമാണ് വരുന്നത്. നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റും. ഐ റിസീവ് മോർ ദാൻ 12 ലീജിയൻസ് ഓഫ് ഏഞ്ചൽസ് ഓവർ മൈ ഡ്രീംസ് ഇൻ ജീസസ് നെയിം. അതുപോലെ തന്നെ ഇപ്പോൾ ഡ്രീമിൻ്റെ അർത്ഥം അറിയില്ലെങ്കിലും, ഡ്രീംസിൻ്റെ അർത്ഥം അറിയില്ലെങ്കിലും, വിഷൻ്റെ അർത്ഥം അറിയില്ലെങ്കിലും ആ ഒരു ഇതിലേക്ക് ഇൻവൈറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ ലൈഫ് തകർന്നടിഞ്ഞിരിക്കുകയാണ്, അപ്പോൾ അതൊരു ക്രിട്ടിക്കൽ സിറ്റുവേഷനാണ്. നോർമലി ഒരു കോർട്ട് വഴി പോയി നേടുന്നതിനേക്കാളും, സ്ലോ ആയിട്ട് നേടുന്നതിനേക്കാളും ആ സമയത്ത് നമുക്ക് ഏഞ്ചൽസിൻ്റെ ഹെൽപ്പ് നമുക്ക് ചോദിക്കാൻ പറ്റും.